നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയഗീതം പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പതിവ് പോലെ ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു പഴയകാല ഗാന സ്മൃതികളിലൂടെ നമുക്ക് തിരിച്ചു വരാം. ചന്ദന പല്ലക്കിൽ വീടു കാണാൻ വന്ന ഗന്ധർവരാജകുമാര, ഓ ഗന്ധർവരാജകുമാര, പഞ്ചമി ചന്ദ്രിക പെറ്റുവളർത്തിയ അപ്സരരാജകുമാരി, ഓ അപ്സരരാജകുമാരി. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗാനവും നൃത്തവും സംഗീതവും സമന്വയിക്കുന്ന സ്കൂൾ കോളേജ് തലങ്ങളിലെ വർണ്ണാഭമായ അല്ലെങ്കിൽ കളർഫുള്ളായ മത്സര ഇനങ്ങളിൽ നിന്നും വേറിട്ട് ചിന്തിക്കുന്ന ഒരു പ്രതിഭയാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. നാടകം, പാഠകം, കൊച്ചു കൊച്ചു കവിതകൾ, ഓട്ടംതുള്ളൽ, ഇതാണ് ഈ കൊച്ചുമിടുക്കിയുടെ ഇഷ്ട ഇനങ്ങൾ. നമുക്ക് പരിചയപ്പെടാം ആര്യനന്ദ എന്ന ആ കുട്ടിയെ, ആ പ്രതിഭയെ. നമസ്കാരം ആര്യനന്ദ. ഏത് സ്കൂളിലാണ് ആര്യനന്ദ പഠിക്കുന്നത്? വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ, പ്രസിദ്ധമായ സ്കൂളാണ് അല്ലേ? അക്ബർ കക്കോട്ടലിന്റെ സാറ് പഠിച്ചത്, അത് തന്നെ ഒരു മഹത്വമാണ് അല്ലേ? കേരളത്തിലെ പ്രശസ്തനായ ഒരു കഥാകൃത്തിന്റെ അല്ലെ, എഴുത്തുകാരന്റെ. അപ്പോ പാട്ടോടും അതുപോലെ കവിതയോടും ഒന്നും അല്ല ആര്യനന്ദക്ക് കമ്പം, ഓട്ടംതുള്ളലിനോടാണ് അല്ലേ? എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ട്? ഇത് ഞാൻ സബ് ജില്ല മുതൽ സംസ്ഥാന തലം വരെ മത്സരിച്ചിട്ടുണ്ട്, സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും ഈ പങ്കെടുക്കുന്നത് ഇപ്പോൾ റിയാലിറ്റി ഷോ പോലുള്ള പാട്ട്, ഡാൻസ്, ആ ഒരു മേഖലകളിലേക്കാണ്. അപ്പോൾ നേരത്തെ തിരിച്ചറിഞ്ഞതാണ് ഈ ഓട്ടംതുള്ളലിലാണ് എനിക്കുള്ള ഒരു ജന്മവാസന. അങ്ങനെയാണ് ഈ കലാരംഗത്തോട് താല്പര്യം തോന്നിയത് അല്ലേ? ആരാണ് ഈ ഓട്ടംതുള്ളൽ പഠിപ്പിക്കുന്നത്? എന്റെ വീട്ടിന്റെ അടുത്ത് തന്നെയുള്ള പ്രവീൺ കുമാർ എന്ന് പറയുന്ന ആളാണ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പ്രവീൺ കുമാർ ഈ എന്ത് ചെയ്യുന്ന? അയാൾ സാധാരണ ഇലക്ട്രീഷ്യനാണ്. അതിനോടൊപ്പം കലാമണ്ഡലത്തിൽ മോഹന കൃഷ്ണ മാഷിന്റെ കീഴിൽ ഓട്ടംതുള്ളൽ അഭ്യസിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഓരോ വർഷവും മാഷ് കുട്ടികൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും മത്സരിക്കാറുണ്ട്. അപ്പോൾ അവര് ഒരുപാട് ശിഷ്യന്മാരുണ്ട് അവർക്ക്. അപ്പോൾ ഈ കക്കട്ടിലാണ് എവിടെയാ ഈ സ്ഥലം വരുന്നത്? വട്ടോളിയാ? മാഷവീടോ? മാഷവീട് എടച്ചേരി തന്നെയാണ്. ആര്യനന്ദ എന്ന കലാകാരി ഈ ചെറുപ്പത്തിൽ തന്നെ ഈ ഏതൊക്കെ പാഠകം അത് ചൊല്ലാറില്ലേ? ഒരു പാഠകം എന്ന് പറയുന്നത് പുതിയ തലമുറക്കൊന്നും അത്ര തീരെ വശമില്ലാത്ത ഒരു കലാരൂപം. അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു സൂചന പ്രേക്ഷകർക്കായിട്ടൊന്ന് ചൊല്ലാണ്. ഘോരാണാം ദാനവാനാം നിരുപമപൃതനാഭാരകിന്നാദരിത്രീം ഓരോലീലാവതാരൈരഴകിനോടു സമാശ്വാസയന്തം നിതാന്തം ക്ഷീരാംബോധൗ ഭുജംഗാധിപശയനതലേ യോഗനിദ്രാമുദാരാം നേരേ കൈകൊണ്ടു ലക്ഷ്മീ കുളിർമുല പുണരും പത്മനാഭം ഭജേഥാ.
പാഠകം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ആര്യനന്ദയുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഈ പാട്ടാണ് ഇപ്പൊ ഈ പാഠകം എന്ന് പറയുന്ന ഒരുപക്ഷെ പുതിയ തലമുറയിലുള്ള ആർക്കും വശമില്ല. എനിക്ക് തന്നെ പാഠകം എന്ന് പറയുമ്പോൾ അത് ചൊല്ലിക്കേൾക്കുമ്പോൾ സംസ്കൃതമാണിതല്ലോ അല്ലെ. സംസ്കൃതം ശ്ലോകങ്ങൾക്ക് മലയാളത്തിലെ അന്വയം പറയും, അന്വയം പറയുന്നതാണ് ഇത് പാഠകം. അതേപോലെ ഈ ഓട്ടംതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യായിരുന്നു. വേർപ്പറ്റി തന്നെ ഒരുപാട് ഐതിഹ്യ കഥകൾ ഒക്കെ ഉള്ളതാണ്. ഓട്ടംതുള്ളല് പിന്നെ ഈ സംസ്ഥാന തലത്തിലൊക്കെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞു ആര്യാനന്ദ. അപ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗത്തുനിന്ന് അതിന്റെ ഒരു 4 വരി ചൊല്ലാം. 4 വരി കുറച്ച് ഒരു ഭാഗം ഒന്ന് ചൊല്ലാം. മാനിനിമാരുടെ മുറവിളി കേട്ടഭിമാനി കിരീടി മഹേന്ദ്രധനൂജൻ എന്തെന്നോർത്തത ചെവി പാർക്കുമ്പോൾ അന്തണനോടി വരുന്നതു കണ്ട എന്തെന്നോർത്തത ചെവി പാർക്കുമ്പോൾ അന്തണനോടി വരുന്നതു കണ്ടാൽ. അങ്ങനെയുള്ള ഇപ്പോ നമ്മളുടെ മലയാളത്തിൽ നിന്ന് അകന്നു പോകുന്ന ചില കലാരൂപങ്ങളാണ് കഥകളി, ഓട്ടംതുള്ളല്, മറ്റേ കഥാപ്രസംഗം പോലുള്ള ഈ ചാക്യാർകൂത്ത്. ഇതൊന്നും പുതിയ തലമുറ ശരിക്കും പറഞ്ഞാൽ അറിയില്ല അവർക്കൊന്നും. അതുകൊണ്ട് തന്നെയാണ് ആര്യാനന്ദ എന്ന പ്രതിഭയെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രേക്ഷകർക്ക്. അപ്പൊ ഈ ഓട്ടംതുള്ളലും പാഠകവും അത് കഴിഞ്ഞ് മറ്റുള്ള ഒരു കലാരൂപം താല്പര്യമില്ല എന്നാണ്. നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഏത് നാടകത്തിലാണ്? ഗോവർദ്ധന്റെ യാത്രകൾ എന്നുള്ള നാടകത്തില് അഭിനയിച്ച് ഫെയ്മ അഖിലേന്ത്യാ നാടക ഫെസ്റ്റിവലിൽ ഞങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എടച്ചേരിയിലുള്ള ആഗ് തിയേറ്റർ ആർട്സ് എന്നുള്ള ക്ലബിൽ അംഗമാണ്. ആ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ KS ബിമലിന്റെ ക്ലബാണ്. അവരുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ മദ്രാസിൽ വെച്ച് നാടകം അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ കേരള നാടക അക്കാദമിയിൽ നാടകം അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അവിടെയൊക്കെ സ്ഥാനമൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷെ ഫെയ്മ അഖിലേന്ത്യാ തലത്തിൽ ഞങ്ങൾക്ക് 1ാം സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. എന്നാലും വലിയ അഭിമാനത്തോടു കൂടി പറയാം. കാരണം ഒന്ന് ഈ നാടകം ആരാ സംവിധാനം ചെയ്തത്? ഈ വർഷത്തെ സംസ്ഥാനത്തെ മികച്ച സംവിധായകൻ അവാർഡ് ലഭിച്ച മനോജ് നാരായണ. അപ്പോൾ ബോംബെയിൽ എവിടെ അവതരിപ്പിച്ച? മദ്രാസിൽ അവതരിപ്പിച്ച മലയാളി സമാജ അസോസിയേഷന്റെ നല്ല പ്രതികരണമായിരുന്നു അല്ലെ. അപ്പൊ എന്താ ഇപ്പൊ നിങ്ങളുടെ അവിടുത്തെ ഒരു പ്രേക്ഷകരെ നമ്മൾ നാടകത്തോടുള്ള ആഭിമുഖ്യം എങ്ങനെയാണ്? അവിടുത്തെ പ്രേക്ഷകര് ശരിക്ക് ആസ്വദിക്കുന്നുണ്ട് നാടകം? അവിടെ പ്രേക്ഷകരെക്കാളും കൂടുതൽ, അവിടുത്തെ ആൾക്കാരെക്കാളും കൂടുതൽ ഇവിടത്തെയുള്ള നാടക പ്രവർത്തകരും കേരളത്തിലെ നാടക പ്രവർത്തകരും മറ്റ് സംസ്ഥാനങ്ങളിലുള്ള മലയാളി ആളുകളായിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നു. നല്ല പ്രതികരണമായിരുന്നു. നല്ല പ്രതികരണം. ആ നാടകത്തിനും നല്ല പിന്നെ എന്തെങ്കിലും മത്സരമായിരുന്നു? അത് മത്സരമായിരുന്നു. പിന്നെ ഓരോ സ്റ്റേജുകളിൽ ഇത് അവതരിപ്പിക്കാൻ പോകാറുണ്ട്. പക്ഷേ ഈ ഒരു നാടകം എന്ന് വെച്ചാല് ഒരു 50 ആളുകളുള്ള വലിയൊരു ട്രൂപ്പാണ്. 50 ആള് ഒരുമിച്ച് സ്റ്റേജിൽ വരുന്നുണ്ട് നാടകത്തില്. 50-ൽ പരം പ്രവർത്തകര് ആ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ സംയോജിപ്പിച്ച് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നാടകം അവതരിപ്പിച്ചത്. അപ്പോൾ ഈ 50 പേര് ഒരു നാടകത്തിൽ അവതരിപ്പിക്കുന്ന, ഇപ്പൊ ഈ ഗ്രൂപ്പായിട്ടാണ് നിങ്ങൾ നാടകം അവതരിപ്പിക്കാൻ നടത്തുന്നത്. ഈ 50 പേർക്ക് ഈ മേക്കപ്പ് അതുപോലെ സമയങ്ങളെല്ലാം കഴിക്കാൻ തന്നെ ഒരുപാട് സമയം. ഇത് അപ്പൊ അത്രയും ബൃഹത്തായ ഒരു നോവലിന്റെ നാടകാവിഷ്കാരമാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ വരുന്നത് അല്ലെ. ഇതൊക്കെ സംവിധാനത്തിൽ ഒതുക്കി നിർത്തി അല്ലെ. എത്ര സമയം ഉണ്ടാകുക നാടകം? ഒരു 1.5-2 മണിക്കൂർ ഉണ്ടാവും. അപ്പൊ വലിയൊരു ബൃഹത്തായ നോവല് 1.5 മണിക്കൂറിൽ ഒതുക്കി നിർത്തുന്ന ഒരു സംഗതിയാണ്. ഇരിക്കട്ടെ, ഇപ്പോ ആര്യനന്ദ മറ്റ് കുട്ടികളിൽ നിന്നെല്ലാം വ്യത്യസ്തയായിട്ടാണ് സംസാരിക്കുന്നത് നാടകത്തെ പറ്റിയിട്ടും. അതുപോലെ ഈ ഓട്ടംതുള്ളൽ, പാഠകം ഇതൊക്കെ പറഞ്ഞു. ഒരു കാരണവശാലും നാടകത്തിന്റെ മറ്റുള്ള പഴയകാലത്തെ ഈ പ്രൊഫഷണൽ നാടകങ്ങൾ, തോപ്പിൽ ബാസിന്റെ ഒക്കെ നാടകങ്ങളുണ്ട്. അതിനെക്കുറിച്ചെല്ലാം അറിയാവോ? കേട്ടിട്ടുണ്ടോ? തോപ്പിൽ ബാസിയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ്, മൂലധനം, അതുപോലെയുള്ള ഒരു വാശ്യമേധം തുടങ്ങിയ നാടകങ്ങൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ പാട്ടുകളെ പറ്റിയൊന്നും നാടക ഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്. ഏതെങ്കിലും 2 പേര് പാടാൻ പറഞ്ഞാലൊന്നും? പാടാൻ എനിക്കറിയില്ല. ചക്കരപ്പന്തൽ എന്നുള്ള ഗാനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാരാ, നിമ്മനൊരാജ്യത്തെ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. ചക്കരപ്പന്തലിൽ തേൻമഴ ചൊരിയും ചക്രവർത്തി കുമാര. ആര്യനന്ദക്ക് പാടാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനത് പാടിയത്.
അപ്പോൾ അത് നാടകത്തിന്റെ കാര്യം, നാടക ഗാനങ്ങളുടെ കാര്യം. ഇനിയിപ്പം സിനിമയോടുള്ള എങ്ങനെയാണ്? സിനിമ എല്ലാ സിനിമകളും ഇഷ്ടമാണ്. കാണൂല? കാണാറുണ്ട്. ഇപ്പം കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തിയേറ്ററിൽ എത്തിച്ച ഒരു സിനിമയാണ് ദൃശ്യം. അത് കണ്ടിട്ടുണ്ടോ? ദൃശ്യം കണ്ടിട്ടില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു താല്പര്യം സിനിമയോടില്ല. ഇവിടെ ഇന്ദിരാ ടാക്കീസിൽ ഇറങ്ങും പുതിയ തിയേറ്റർ, അതും നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അറിവായിട്ട് തന്നെ നൽകണം. കാരണം ഇന്ന് എല്ലാ തിയേറ്ററുകളും അടച്ചു പൂട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഓർക്കാട്രി പ്രദേശത്ത് ഒരു തിയേറ്റർ രണ്ടാമത് പുനർജനിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? ഒരുപാടായില്ലേ ഇവിടുന്ന് തിയേറ്ററിൽ ജനങ്ങൾ എത്തിച്ചേരത്ത്. അപ്പോൾ അവിടെ ഉദ്ഘാടനത്തിന്റെ ഒരു ചിത്രം ഉണ്ടായിരുന്നു, സത്യനന്ദിക്കാടിന്റെ ഇന്ത്യൻ പ്രണയാർ. അത് കണ്ടോ? ഇത് കണ്ടില്ല? എന്നിട്ട് കാണാം. അങ്ങനെ കാണാം, കാത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സിനിമയിലുള്ള പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് മനസ്സിലേക്ക് ഓടിയെത്തുന്നുണ്ട്, പഴയ കാലത്തെ പാട്ട്? യക്ഷി എന്ന സിനിമയിലെ മാധുരി പാടിയ പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ്. സ്വർണ്ണചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസേമകൾ ഉമ്മ വെക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഇത് മറ്റൊരു കുട്ടിയാണ്, അതായത് പാട്ടുമായി ബന്ധമുള്ള കുട്ടിയാണെങ്കിൽ അവള് തന്നെ പാടുന്നതാണ്. ഇതിപ്പോ ഞാൻ പാടിത്തരുന്നു ആര്യണ്ട പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ സിനിമ ഗാനങ്ങളോട് താല്പര്യമുണ്ട്, നാടക ഗാനങ്ങളോട് താല്പര്യമുണ്ട്. പക്ഷെ പാടാനുള്ള അത്ര ഇതില്ല. അതേ പാട്ടിനാണ്. ഓട്ടംതുള്ളലിനും പാടകത്തിനും രണ്ടിനും പാട്ട് തന്നെയാണ്, എന്നാലും പാടല് കുറവാ. ഇനിയിപ്പം നാടകരംഗം, ഗാനരംഗം, ചലച്ചിത്രരംഗം, പാഠകം, ഓട്ടംതുള്ളൽ, ഇതൊക്കെ നമ്മൾ പരാമർശിച്ചു. ഇനി ആരാണ് ഇതിന്റെ ആര്യനന്ദയെ ഈ രംഗത്തേക്ക് പ്രോത്സാഹിപ്പിക്കുന്നത്? അച്ഛനും അമ്മയും ക്ലബിലെ ആളുകള്, വീട്ടുകാര്, എല്ലാവരും നല്ല പ്രോത്സാഹനമാണ് തരുന്നത്. സ്കൂളിലുള്ള ടീച്ചേഴ്സ് എല്ലാവരും നല്ല പ്രോത്സാഹനം തരുന്നുണ്ട്. അച്ഛൻ അധ്യാപകനാണ്. പട്ടോളി സംസ്കൃത സ്കൂളിൽ തന്നെയാണ്. ആ സ്കൂളിൽ തന്നെയാണ് ആര്യനന്ദ പഠിക്കുന്നത്. അപ്പൊ അവിടുന്നുള്ള അധ്യാപകന്മാരുടെയും പ്രത്യേകിച്ച് അച്ഛൻ്റെ ഒരു ശ്രദ്ധ ഈ കലാരംഗത്ത് പതിയുന്നുണ്ട്. അച്ഛനാണെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലേ? അപ്പൊ അച്ഛന്റെ പ്രോത്സാഹനം ഒരു കാര്യമായ ഇത് തന്നെ. പിന്നെ ആരൊക്കെ? പിന്നെ സഹോദരങ്ങളുണ്ട്, രണ്ടനിയത്തിമാരുണ്ട്. അവര് ഈ കലാരംഗത്തേക്ക് അവർ രണ്ടാളും ഡാൻസ് ചെയ്യും, ഒരാൾ ചിത്രം വരക്കും. അപ്പോൾ വ്യത്യസ്ത മേഖലകളിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഇനി അങ്ങോട്ട് കൂടുതൽ ഇത് പഠിക്കാൻ തന്നെയാണ്, ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ലളിതഗാനം കേട്ടിട്ടുണ്ട്? ലളിതഗാനം എനിക്ക് മാർഷൽ ലളിതഗാനം തന്നെയാണ് ഏറ്റവും ഇഷ്ടം. അത് അപ്പോ ഏതെങ്കിലും ഒരു ഓർമ്മയുള്ള വന്നപ്പോ പറഞ്ഞത് ഇതുവരെ അത് ഇഷ്ടപ്പെട്ടവരാണ്. ഇതുവരെ ആത്മാവിൻ ശ്രീകോവിലിൽ പ്രണയാർച്ചന നേരിച്ചൊരു രാജകുമാരി. ഇന്നത്തെ ഹൃദയഗീതം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ആര്യനന്ദ എന്ന പ്രതിഭയാണ് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയിരുന്നത്. അവർ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് നാടകത്തെക്കുറിച്ച്, പാഠകത്തെക്കുറിച്ച്, ഓട്ടംതുള്ളലിനെ കുറിച്ച്, കൊച്ചു കൊച്ചു കവിതകളെക്കുറിച്ചൊക്കെയാണ് ആ കുട്ടി പരാമർശിച്ചത്. നമുക്ക് ഇന്ന് ഈ പരിപാടി അവസാനിക്കുമ്പോൾ ഒരു പഴയകാല നാടകമാണ്. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ.